ഇംഗ്ലണ്ടിനെതിരായ 5 മത്സര T20 പരമ്പരയിൽ 4-1 വിജയമാണ് ടീം ഇന്ത്യ ഇന്നലെ സ്വന്തമാക്കിയത്. ബംഗ്ലാദേശ്, സൗത്ത് ആഫ്രിക്ക ടീമുകൾക്കെതിരെ നേടിയ പരമ്പര നേട്ടം ഇംഗ്ലണ്ടിനെതിരെ ആവർത്തിക്കാനായി സൂര്യകുമാർ യാദവിന്റെ കീഴിലുള്ള യുവതാരങ്ങൾക്ക് വീണ്ടും സാധിച്ചിരിക്കുകയാണ്. ഇന്നലെ മത്സരം കഴിഞ്ഞ കോച്ച് ഗൗതം ഗംഭീർ മാധ്യമങ്ങളെ കാണുകയുണ്ടായി. പോസ്റ്റ് മാച്ച് പ്രസന്റേഷന് ശേഷം മാധ്യമങ്ങളെ കാണവേ ഗൗതം ഗംഭീറിന്റെ പ്രതികരണമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുൻപ് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക. ഇംഗ്ലണ്ടിനെതിരായ 5 മത്സരങ്ങളിലും ഓപ്പണർ റോളിലായിരുന്നു മലയാളി താരം സഞ്ജു സാംസൺ ബാറ്റിംഗിനായി എത്തിയത്. പ്രതീക്ഷിച്ച ഒരു പ്രകടനം അദ്ദേഹത്തിന് പുറത്തെടുക്കാനായി സാധിച്ചിരുന്നില്ല. 5ാം T20യിൽ സഞ്ജു മികച്ച രീതിയിൽ തന്നെ തുടങ്ങിയെങ്കിലും വീണ്ടും ഇംഗ്ലണ്ട് ഒരുക്കിയ പുൾ ഷോട്ട് കെണിയിൽ ഒരിക്കൽ കൂടി സഞ്ജു അകപ്പെടുന്ന ഒരു കാഴ്ചയാണ് ഇന്നലെ കണ്ടത്. എന്നാൽ പരമ്പരയിൽ പരാജയപ്പെട്ടെങ്കിലും മത്സരശേഷം നടന്ന പ്രസ് മീറ്റിൽ സഞ്ജുവിനെ പിന്തുണച്ചിരിക്കുകയാണ് കോച്ച് ഗൗതം ഗംഭീർ. 5 ഇന്നിംഗ്സിൽ 51 റൺസ് മാത്രം നേടിയ സഞ്ജു 3 തവണ 2 അക്കം കാണാതെയും പരമ്പരയിൽ പുറത്തായിരുന്നു. ഇംഗ്ലണ്ടിനെതിരായ പരമ്പരയ്ക്ക് മുൻപ് ബംഗ്ലാദേശ്, ദക്ഷിണാഫ്രിക്ക ടീമുകൾക്കെതിരെ തുടർ സെഞ്ചുറികളുമായി കളം നിറഞ്ഞ സഞ്ജു സാംസൺ ഇംഗ്ലണ്ടിനെതിരെയും ഈ മികവ് ആവർത്തിക്കുമെന്ന് തന്നെയായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. സെഞ്ചുറി പ്രകടനങ്ങളോട് കൂടി 2020-ലെ തന്റെ സ്ഥാനമുറപ്പിച്ച സഞ്ജുവിന് ഇംഗ്ലണ്ടിനെതിരെ പക്ഷെ പിഴയ്ക്കുകയായിരുന്നു. ഇംഗ്ലണ്ടിനെതിരായ T20 മത്സരങ്ങൾ പരിഗണിക്കുകയാണെങ്കിൽ സഞ്ജുവിനെ പുറത്താക്കുന്നതിനായി ഇംഗ്ലണ്ടിന് കൃത്യമായ പ്ലാൻ ഉണ്ടായിരുന്നു എന്നത് വ്യക്തമാണ്. 5 മത്സരങ്ങളിലും സഞ്ജുവിനെ പുറത്താക്കാനായി ഇംഗ്ലണ്ട് പ്രയോഗിച്ചത് ഷോർട്ട് ബോൾ തന്നെയായിരുന്നു. ആദ്യ മത്സരത്തിൽ ജോഫ്ര ആർച്ചറിന്റെ ഷോർട്ട് ബോളിൽ 26 റൺസ് എടുത്താണ് സഞ്ജു മടങ്ങിയത്. തുടർന്നുള്ള 3 ഇന്നിംഗ്സുകളിലും സഞ്ജു 2 അക്കം കണ്ടിരുന്നില്ല. ഇംഗ്ലീഷ് പേസർമാരുടെ ഷോർട്ട് ബോൾ കെണി അതിജീവിക്കാതെ സഞ്ജു മടങ്ങുന്ന കാഴ്ച തന്നെയാണ് ഈ മത്സരങ്ങളിലെല്ലാം കണ്ടത്. അങ്ങനെ മുംബൈയിലെ ഇന്നിംഗ്സ് സഞ്ജുവിനെ സംബന്ധിച്ച് നിർണായകമായി മാറുകയായിരുന്നു. ആർച്ചറിന്റെ ആദ്യ ഓവറിൽ 16 റൺസാണ് സഞ്ജു നേടിയത്. 2 പടുകൂറ്റൻ സിക്സറുകളും ഒരു ഫോറും അടിച്ചാണ് സഞ്ജു വരവറിയിച്ചത്. പക്ഷേ മാർക്ക്വുഡിന്റെ ഷോർട്ട് ബോൾ കെണിയിൽ അടുത്ത ഓവറിലെ ആദ്യ പന്തിൽ സഞ്ജു വീഴുകയായിരുന്നു. ഇനി T20യിലേക്ക് സഞ്ജുവിന് ഒരു അവസരം കിട്ടുമോ എന്ന് തന്നെ ആരാധകർ ഉറ്റുനോക്കുന്ന സമയത്താണ് ഇപ്പോൾ ഗംഭീറിന്റെ ആശ്വാസകരമായ പ്രതികരണം വന്നിരിക്കുന്നത്. കളിക്കാർ മോശം ഫോമിലൂടെ കടന്നുപോകുന്ന സമയം വരുമെന്നും മാനേജ്മെന്റ് അവരെ പിന്തുണയ്ക്കേണ്ടതുണ്ടെന്നുമാണ് ഗംഭീർ മത്സരശേഷം പ്രതികരിച്ചത്. ഭയമില്ലാതെ ക്രിക്കറ്റ് കളിക്കാനായി ഓരോ താരത്തെയും പ്രാപ്തരാക്കുകയാണ് മാനേജ്മെന്റ് ചെയ്യേണ്ടത്. ഇവിടെ പരമ്പരയിലുടനീളം സൂര്യകുമാർ യാദവും സഞ്ജുവും മാത്രമാണ് മോശം ഫോമിലൂടെ കടന്നുപോയിട്ടുള്ള ബാറ്റ്സ്മാൻമാർ. അതേപോലെ മറ്റൊരു കാര്യവും ഇവിടെ ഗംഭീർ ചൂണ്ടിക്കാട്ടിയിരുന്നു. T20 ക്രിക്കറ്റിൽ വേഗത്തിൽ റൺസ് ഉയർത്തുന്നതിലാണ് കാര്യം. അഭിഷേക് ശർമ്മയുടെ ഇന്നിംഗ്സ് തീർത്തും പ്രശംസ അറിയിക്കുന്നതാണ്. ചുരുങ്ങിയ പന്തുകളിൽ നിന്ന് തങ്ങൾ എത്രയധികം റൺസ് സ്കോർ ചെയ്യുന്നു എന്നത് തന്നെയാണ് T20 ഫോർമാറ്റിൽ തങ്ങൾ കണക്കിലെടുക്കുന്നത്. വളരെയധികം സമയമെടുത്ത് ഇന്നിംഗ്സ് കെട്ടിപ്പടുക്കുന്നതിനേക്കാളുപരി തങ്ങൾ എങ്ങനെ പന്തുകളെ നേരിടുന്നു എന്നത് തന്നെയാണ് ഇവിടെ പ്രാധാന്യം അറിയിക്കുന്നത്. ഇവിടെ സഞ്ജുവിനുള്ള പരോക്ഷമായ പിന്തുണ തന്നെയാണ് ഗംഭീർ അറിയിച്ചിരിക്കുന്നത്. ഇനി ടീം ഇന്ത്യയെ സംബന്ധിച്ച് അടുത്തിടെയൊന്നും T20 മത്സരങ്ങൾ വരാനായില്ല. സഞ്ജുവിനെ സംബന്ധിച്ച് IPL-ലെ പ്രകടന മികവ് ഇനി അദ്ദേഹത്തിന് ടീം ഇന്ത്യയിലേക്കുള്ള തിരിച്ചുവരവിൽ അതിനിർണായകമായി തന്നെ മാറും. മറുഭാഗത്ത് കോച്ച് ഗൗതം ഗംഭീറും ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും സഞ്ജുവിനെ പിന്തുണയുമായി നിൽക്കുമ്പോൾ ഇനിയുള്ള പരമ്പരകളിലും സഞ്ജു T20യിൽ ഇന്ത്യൻ ടീമിനൊപ്പം ഉണ്ടാകുമെന്നുള്ള സൂചനകൾ തന്നെയാണ് ഇവിടെ ലഭിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.